ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയാണ്. അതിനായി ഒരു ചീഞ്ചട്ടി വയ്ക്കുക. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്കതിനകത്തേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊക്കെ ചേർത്ത് അല്പം ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുക. ഉപ്പ് നമ്മൾ പെട്ടെന്ന് ഒന്ന് സവാള വാടിക്കിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് കുറച്ചിടുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇവയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മുന്നേ എടുത്ത് വെച്ചതാണ്. അപ്പോൾ മുളക് പൊടിക്കാണെങ്കിൽ ഒരു 3 സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ, മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ ആണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 9 സെക്കൻഡൊക്കെ നമുക്ക് തീ കുറച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. തീ കൂട്ടിയിട്ടാൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ തീ കുറച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് പച്ചമണക്കം മാറി സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇനി നമുക്ക് വേവിച്ച ഗ്രീൻ പീസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പൊടികളും എല്ലാം ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നതുണ്ടോ. നല്ലൊരു സ്റ്റൈലായിട്ടുണ്ട് കറി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാണ്ട് അതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച്. അപ്പോൾ നമുക്കിതിന് മൂടി വയ്ക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോഴേക്കും റെഡിയാവും. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.